Hi, Computer Organization and Architecture Unit 2 ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ടിന് എക്സാമ്പിൾ ആയിട്ടുള്ള മൾട്ടിപ്ലക്സറും ഡീമൾട്ടിപ്ലക്സറും ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും ആ വീഡിയോ കാണാൻ മിസ്സായിട്ടുണ്ടെങ്കിൽ മുകളിലെ ലിങ്കിൽ പോയിട്ട് കാണാം. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ടിൻ്റെ ബേസിക്സ് ആണ്. എന്താണ് ഒരു സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട്, അതിൻ്റെ ഹൗ ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ട്, അതാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം ഇതിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ്, സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട് പോകുന്നതിന് മുമ്പ് കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ടിൻ്റെ ഒരു ഡെഫിനിഷൻ നിങ്ങൾക്ക് അറിയാം, അല്ലെങ്കിൽ ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കാം. അത് എ കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ട് പ്രൊഡ്യൂസസ് ഔട്ട്പുട്ട് ഡിപ്പെൻഡിങ് ഓൺ ഇറ്റ്സ് കറണ്ട് ഇൻപുട്ട്. അല്ലേ, എന്താണോ പ്രസന്റ് ഇൻപുട്ട് ഒരു കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ടിന്, അതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് തരും, ഔട്ട്പുട്ട് തരുന്നതിനെയാണ് നമ്മൾ ഒരു കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതായിരുന്നു ഒരു കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ട്. അതിൻ്റെ കുറേ എക്സാമ്പിൾസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. എൻകോഡർ, ഡീകോഡർ, മൾട്ടിപ്ലക്സർ, ഡീമൾട്ടിപ്ലക്സർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ടാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ടും കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ടും? ആദ്യം ഞാനത് പറയാം. ഒരു കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ടിൻ്റെ കൂടെ ഒരു മെമ്മറി എലമെൻറ്റും കൂടെ കൂടുകയാണെങ്കിൽ അതിനെ നമ്മളൊരു സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട് എന്ന് വേണമെങ്കിൽ പറയാം. സോ സീക്വൻഷ്യൽ സർക്യൂട്ട് ഈസ് ഈക്വൽ ടു എ കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ട് പ്ലസ് എ മെമ്മറി. ഓക്കെ, ഒരു മെമ്മറി എലമെൻറ്റും ഒരു കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ടും കൂടെ കൂടിയതാണ് നമുക്ക് സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട്. അപ്പം ആദ്യം അതിൻ്റെ ഡെഫിനിഷനിലേക്ക് പോകാം. നമുക്ക് എ സീക്വൻഷ്യൽ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട്, ആ പെർട്ടിക്കുലർ ലോജിക് സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ട് എന്തിനെ മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്, പ്രസന്റ് ഇൻപുട്ടിനെ മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്, അതിൻ്റെ പ്രസന്റ് ഔട്ട്പുട്ട് സ്റ്റേജ് എന്താണോ അതിനെ കൂടി ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, ഒരു സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, ദാറ്റ് മീൻസ് the output of a sequential logic circuit not only depending on its present input but also depend on its output state or previous state. അതായത് ഒരു ഔട്ട്പുട്ട്, സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ട് ഇപ്പോഴത്തെ ഇൻപുട്ട്, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനെ മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്, അതിൻ്റെ കൂടെ എന്തിനും കൂടെ ഡിപ്പെൻഡ് ചെയ്യും, ഓൾറെഡി ആ സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ട് എന്താണോ അതിൻ്റെ വാല്യൂ കൂടെ നെക്സ്റ്റ് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യാൻ എഫക്റ്റ് ചെയ്യും. ഓക്കെ, അതാണ് ഒരു സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ടിൻ്റെ ഡെഫിനിഷനായിട്ട് നമുക്ക് പറയുന്നത്. സോ കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ടിലാണെങ്കിൽ പ്രസന്റ് ഇൻപുട്ട് മാത്രമേ നോക്കുന്നുള്ളൂ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ. പക്ഷേ സീക്വൻഷ്യൽ ആകുമ്പോൾ എന്ത് വരും, പ്രസന്റ് ഇൻപുട്ടും പ്രീവിയസ് ഔട്ട്പുട്ട് എന്താണോ അത് രണ്ടും കൂടിയാണ് എന്ത് ചെയ്യുന്നത്, നെക്സ്റ്റ് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യാൻ നമുക്ക് ഉപകാരപ്പെടുന്നത് അല്ലെങ്കിൽ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം നോക്കാം. നമുക്ക് ഒരു സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ട് ഉണ്ട്. ലോജിക് സർക്യൂട്ട്, ഓക്കെ, ഒരു കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ട് ഉണ്ട്. അതിലേക്ക് നമ്മളൊരു ഇൻപുട്ട് കൊടുത്തു, ഇത് നമുക്ക് തരും ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഇതാണ് ഒരു കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ട് അല്ലേ. നമ്മളൊരു ഇൻപുട്ട് കൊടുക്കും, വട്ട് എവർ ഇറ്റ് ഈസ്, ഒരു ഇൻപുട്ട് കൊടുക്കും, ഇതൊരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്ത് തരും, പ്രൊഡ്യൂസസ് ആൻഡ് ഔട്ട്പുട്ട്. ഇതാണ് ഒരു കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ട്. അപ്പോൾ ഡെഫിനിഷൻ പ്രകാരം സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ട് പ്ലസ് മെമ്മറി. സോ ഇവിടെ എന്തും കൂടെ ആഡ് ചെയ്യും, ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് നമ്മളൊരു മെമ്മറി എലമെൻറ്റിൽ സേവ് ചെയ്യും. ഈസ് എ മെമ്മറി. ഓക്കെ, അപ്പം ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സീക്വൻഷ്യൽ സർക്യൂട്ട് എന്ത് ചെയ്യും, ഒരു മെമ്മറിയിൽ സേവ് ചെയ്ത് വെക്കും. അതായത് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് എന്താണോ അതിവിടെ മെമ്മറിയിൽ സേവ് ചെയ്ത് വെക്കും. എന്നിട്ട് ഈ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ഔട്ട്പുട്ടിനെ നമ്മൾ എന്ത് ചെയ്യും, നേരെ തിരിച്ച് ഇവിടെ ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കും. ഓക്കെ, സോ ദർ ഈസ് എ feedback connection from
ഔട്ട്പുട്ട് ടു ഇൻപുട്ട്. ഇതാണ് ഒരു സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ടിന്റെ ബ്ലോക്ക് ഡയഗ്രം. അതായത് നമ്മളൊരു ഇൻപുട്ട് കൊടുക്കും അല്ലേ, അതിൻ്റെ കൂടെ ഈ യൂണിറ്റ് വർക്ക് ചെയ്യണമെങ്കിൽ, ഇതാണ് ഒരു സീക്വൻസ് സർക്യൂട്ട് എങ്കിൽ ഇത് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ഒരു ഇൻപുട്ടും കൂടെ വേണം. അത് എവിടുന്നാണ് വരുന്നത്? രണ്ടാമത്തെ ഇൻപുട്ട്. ഓൾറെഡി നമ്മുടെ ഈ സീക്വൻസ് സർക്യൂട്ടിന്റെ ഔട്ട്പുട്ട് എന്താണോ പ്രീവിയസ്ലി സ്റ്റോർ ചെയ്ത് വെച്ചത് അത് മെമ്മറിയിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും. ആ ഒരു ഫീഡ്ബാക്കും കൂടെ വന്നിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ സീക്വൻഷ്യൽ സർക്യൂട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഡെഫിനിഷനിൽ പറഞ്ഞത്, സീക്വൻഷ്യൽ സർക്യൂട്ടിന്റെ ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് നോട്ട് ഓൺലി ഓൺ പ്രസന്റ് ഇൻപുട്ട്, ഇതാണ് പ്രസന്റ് ഇൻപുട്ട്, ബട്ട് ഓൾസോ ഇറ്റ്സ് പ്രീവിയസ് സ്റ്റേറ്റ്. അതായത് പ്രീവിയസ് നമ്മുടെ ഔട്ട്പുട്ട് സ്റ്റേറ്റ് എന്താണോ അതിനെ കൂടി ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഒരു സീക്വൻസ് സർക്യൂട്ട് നമുക്ക് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം ഇതും ഒരു കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ട് തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് കത്തിയിട്ടുണ്ടാവും. ഈ ഒരു മെമ്മറി എലമെന്റ് എന്തിനുണ്ടാവില്ല, ഒരു കോമ്പിനേഷൻ സർക്യൂട്ടിന് ഉണ്ടാവില്ല. സോ ഒരു കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ട് പ്ലസ് മെമ്മറി എലമെന്റ് കൂടിയതാണ് ഒരു സീക്വൻഷ്യൽ സർക്യൂട്ട്. ക്ലിയർ ആണോ? അപ്പോൾ ഇതാണ് ബേസിക്കലി ഒരു സീക്വൻസ് സർക്യൂട്ടിന്റെ ഡെഫിനിഷൻ, അതിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി നമുക്ക് ഇതിൻ്റെ ഡിഫറെൻറ്റ് കാറ്റഗറിയിലേക്ക് പോകാം. രണ്ട് ടൈപ്പിലാണ് ഒരു സീക്വൻഷ്യൽ സർക്യൂട്ട് ഉള്ളത്, രണ്ട് കാറ്റഗറി. ഫസ്റ്റ് വൺ സിങ്ക്രണസും എന്ന് പറയും, അല്ലെങ്കിൽ അസിങ്ക്രണസ് ആദ്യം പറയാം. അസിങ്ക്രണസ്, രണ്ടാമത്തെ ടൈപ്പ് ഇറ്റ് ഈസ് സിങ്ക്രണസ്. ഓക്കെ, സോ രണ്ട് ടൈപ്പിലാണ് സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട് ഉള്ളത്. ഒന്ന് അസിങ്ക്രണസും രണ്ടാമത്തത് സിങ്ക്രണസും. എന്താണ് അസിങ്ക്രണസും സിങ്ക്രണസും? നിങ്ങൾ ചിലപ്പോൾ ഡിജിറ്റൽ സർക്യൂട്ടിൽ തേർഡ് സെമ്മിൽ പഠിച്ചിട്ടുണ്ടാവും, ഇലക്ട്രോണിക്സിൽ. അസിങ്ക്രണസ് മീൻസ് അവിടെ നമ്മൾ സിങ്ക്രണൈസ് ചെയ്യാൻ വേണ്ടി പെർട്ടിക്കുലർ ക്ലോക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു ഡെയിലി നമ്മൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, നിങ്ങളെ ഇപ്പം റെഗുലർ ക്ലാസ് നടക്കുന്ന സമയത്ത് നിങ്ങളെ കോളേജിൽ ഓരോ അവർ കഴിയുമ്പോൾ, ഓരോ പീരീഡ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവും ഒരു ബെല്ല് റിങ് ചെയ്യും അല്ലേ. അപ്പം 9:30 ഒരു ബെൽ, അതേപോലെ 10:30 ഒരു ബെൽ, 11:30 ഒരു ബെൽ, അങ്ങനെയാണ് സാധാരണ പോകുന്നത്. അപ്പോൾ അതെന്താണ്, അത് ഓരോ പീരീഡിനെ കോമൺ ആയിട്ട് എൻ്റയർ കോളേജിൽ എന്ത് ചെയ്യാണ്, സിങ്ക്രണൈസ് ചെയ്യുക എന്ന് പറയുന്നത്. അതായത് ഒരുമിച്ച് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അതായത് ഫസ്റ്റ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത് കോളേജ് മൊത്തത്തിൽ ഒരു പെർട്ടിക്കുലർ ടൈമിലായിരിക്കും. കാരണം അതിനൊരു ബെല്ലിൽ നമ്മൾ സാധാരണ റിങ് ചെയ്യാറുണ്ട്. അതേപോലെ സെക്കൻഡ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ ഇന്റർവെല്ലിൽ അങ്ങനെയാണ്. അപ്പം അങ്ങനെ കോമൺ ക്ലോക്ക് വെച്ചിട്ട് പോകുന്നതിനെയാണ് നമ്മൾ സിങ്ക്രണസ് എന്ന് പറയുക. ടേം ഓർത്ത് വെക്കുക, ഒരു കോമൺ ക്ലോക്ക്. ഓക്കെ, അസിങ്ക്രണസ് എന്ന് പറഞ്ഞാൽ അതിനൊന്നുണ്ടാവില്ല, കോമൺ ക്ലോക്ക് ഉണ്ടാവില്ല. എപ്പോഴാണോ അവിടെ നമ്മൾ ഇൻപുട്ട് വരുന്നത് അതിനനുസരിച്ച് ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുക. അതായത് നിങ്ങളിപ്പോൾ സാധാരണ ഒരു സാറ്റർഡേസിലൊക്കെ കോളേജ് ഇല്ലാത്ത ദിവസം ഒരു സ്പെഷ്യൽ ക്ലാസ് എടുക്കാമെന്ന് വിചാരിക്കുക കോളേജിലാരെങ്കിലും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഉണ്ട്, അതേപോലെ വേറെ BA ഇക്കണോമിക്സിന് അല്ലെങ്കിൽ BA ഇംഗ്ലീഷിനൊക്കെ ക്ലാസ് ഉണ്ട് ഒരേ സമയത്ത്. അപ്പം ആ ഒരു 2-3 ക്ലാസ്സുകൾക്ക് നടക്കുന്ന ഈ സ്പെഷ്യൽ ക്ലാസ്സുകൾ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യില്ല, ഒരു കോമൺ ബെല്ലിലൊന്നും ആയിരിക്കില്ല സ്റ്റാർട്ട് ചെയ്യുക അല്ലേ. ചിലവർ 9:00 സ്റ്റാർട്ട് ചെയ്യും, ചിലവർ 10 മണിക്കായിരിക്കും, ചിലവർ ഒരു ലോങ് പീരീഡ് ആയിരിക്കും ക്ലാസ് എടുക്കുന്നത്, ഒരു 1.5 hour ഒക്കെ ആയിരിക്കും, ചിലവർ ഷോർട്ടായിരിക്കും 1 hour ചുരുക്കും. അങ്ങനെ ഒരു ഓർഡേർഡ് ആവില്ല അല്ലേ ഒരു ട്യൂഷൻ സ്പെഷ്യൽ ക്ലാസ് എടുക്കുന്ന സമയത്ത്. അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ അസിങ്ക്രണസ് എന്നും പറയും. അപ്പോൾ ഈ ഐഡിയ നിങ്ങൾക്ക് എത്താൻ വേണ്ടി പറഞ്ഞ എക്സാമ്പിൾ. അതായത് അസിങ്ക്രണസ് സീക്വൻഷ്യൽ സർക്യൂട്ട് ആണെങ്കിൽ അവിടെ നമുക്കൊരു കോമൺ ക്ലോക്ക് ഒന്നും ഉണ്ടാവില്ല. അവിടെ നമ്മൾ ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുന്നത് എപ്പോഴാണോ ഇൻപുട്ടിൽ വേരിയേഷൻസ് വരുന്നത് അപ്പോഴൊക്കെ നമുക്ക് ഔട്ട്പുട്ടിൽ എന്ത് വരും, ഒരു വേരിയേഷൻസ് വരും. ഓക്കെ, whenever input change it produces a new output. അതാണ് asynchronous sequential logic circuit. So there is no clock signal. So ഇതിനെ നമുക്ക് എന്ത് ചെയ്താം, there is no common clock. ഒരു കോമൺ ക്ലോക്ക് വെച്ചിട്ടല്ല ആര് വർക്ക് ചെയ്യുക,
അസിൻക്രണസ് സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട് വർക്ക് ചെയ്യുക. എപ്പോഴൊക്കെയാണോ ഇൻപുട്ടിൽ ചേഞ്ച് വരുന്നത് അപ്പോൾ എല്ലാം എന്ത് ചെയ്യും, അതിൻ്റെ ഔട്ട്പുട്ട് വേരി ചെയ്യും. ഓക്കെ, അതാണ് അസിൻക്രണസ്. അതേ സ്ഥാനത്ത് സിൻക്രണസ് ലോജിക് സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ടിൽ വരികയാണെങ്കിൽ അവിടെ എന്തുണ്ട്, ഇറ്റ് ഹാസ് എ കോമൺ ക്ലോക്ക്. ഓക്കെ, സോ ഒരു സിൻക്രണസ് സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട് ആണെങ്കിൽ അതൊരു കോമൺ ക്ലോക്ക് വെച്ചിട്ടാണ് വർക്ക് ചെയ്യുക. അതായത് എപ്പോഴെങ്കിലും ഇൻപുട്ട് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഔട്ട്പുട്ട് മാറിക്കൊള്ളണമെന്നില്ല. എന്തും കൂടെ മാറണം, അവിടെ വരുന്ന ക്ലോക്കും കൂടെ സ്യൂട്ടബിൾ ആയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഒരു പെർട്ടിക്കുലർ സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട് നമുക്ക് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അതായത് സിൻക്രണസിൽ നമുക്ക് ഇൻപുട്ട് എപ്പോഴൊക്കെ മാറുന്നു അപ്പോഴൊക്കെ എന്ത് ചെയ്യും, ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യും. പക്ഷേ സിൻക്രണസിൽ എങ്ങനെയല്ല, ഇൻപുട്ട് മാത്രം മാറിയാൽ പോരാ, ആ ഇൻപുട്ട് മാറി ഒരു പ്രോപ്പർ ആയിട്ടുള്ള ക്ലോക്ക് സിഗ്നലും കൂടെ വന്നാലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഈ ഔട്ട്പുട്ടിൽ വേരിയൻസ് വരുള്ളൂ. സോ ഇവിടെ വെനെവർ ഇൻപുട്ട് ചേഞ്ച്, ഇൻപുട്ടിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടായാൽ ഔട്ട്പുട്ട് ചേഞ്ച് ഉണ്ടാവും. ഓക്കെ, ഇവിടെ ഇൻപുട്ടിൽ ചേഞ്ച് ഉണ്ടായാൽ മാത്രം പോരാ, ഇൻപുട്ട് ചേഞ്ച് പ്ലസ് നമുക്ക് ആവശ്യമുള്ള ക്ലോക്ക് പൾസും കൂടെ വരണം. അതാണ് കോമൺ ക്ലോക്ക് വെച്ചിട്ടുണ്ട് ഇവിടെ. സോ ക്ലോക്ക് പൾസ് കൂടെ വന്നാലേ നമുക്ക് ഔട്ട്പുട്ട് ന്യൂ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ഓക്കെ, അതായത് അസിൻക്രണസിൽ കോമൺ ക്ലോക്ക് ഒന്നുമില്ല, എപ്പോഴൊക്കെയാണോ ഇൻപുട്ട് വാരി ചെയ്യുന്നത് അപ്പോഴെല്ലാം ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യും. സിൻക്രണസ് ആണെങ്കിൽ അവിടെ നമ്മളൊരു കോമൺ ക്ലോക്ക് വെച്ചിട്ടാണ് അതെല്ലാം വർക്ക് ചെയ്യുന്നത്, എല്ലാ ഡിവൈസും ഒരുമിച്ച്. അതായത് ഒരുപാട് സർക്യൂട്ടുകൾ ഉണ്ടാവും, അതെല്ലാം ഒരുമിച്ച് വർക്ക് ചെയ്യും വിത്ത് എ കോമൺ ക്ലോക്ക്. ആ കോമൺ ക്ലോക്കിന്റെ പൾസ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യും, അല്ലെങ്കിൽ തീരുമാനിക്കും. സോ ഇൻപുട്ട് ചേഞ്ച് ചെയ്താൽ മാത്രം പോരാ, ഇൻപുട്ട് ചേഞ്ച് പ്ലസ് ക്ലോക്ക് പൾസ് ചേഞ്ച് രണ്ടും കൂടെ ചേഞ്ച് ചെയ്താൽ നമുക്ക് എന്തുണ്ടാവുള്ളൂ, ഔട്ട്പുട്ടിലൊരു ചേഞ്ച് വരുന്നുള്ളൂ. സോ അവിടെ ഇൻപുട്ടും ചേഞ്ച് ആവണം, ക്ലോക്ക് പൾസും അപ്രോപ്രിയേറ്റ് ആയിട്ട് വരണം. അങ്ങനെയാണെങ്കിൽ സിൻക്രണസ് ക്ലോക്ക് അല്ലെങ്കിൽ സിൻക്രണസ് സീക്വൻഷ്യൽ സർക്യൂട്ട് വർക്ക് ചെയ്യുള്ളൂ. ക്ലിയർ? ഓക്കെ, അപ്പം ഇത്രയാണ് നമുക്ക് ഒരു സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ടിന്റെ കേസിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ പ്രകാരം എ സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട് പ്രൊഡ്യൂസസ് ആൻ ഔട്ട്പുട്ട് which depends not only its present input but also the previous state of output. ഇതാണ് അതിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം, അത് ഓർത്ത് വെക്കുക. ഒരു ഇൻപുട്ട് ഉണ്ടാവും, ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, സോ ഈ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ഇൻപുട്ടിനെ മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്, പ്രീവിയസ്ലി ഉണ്ടായ ഔട്ട്പുട്ടിനെ നമ്മളൊരു മെമ്മറിയിൽ സേവ് ചെയ്ത് വെക്കുന്നുണ്ട്, അത് ഒരു ഫീഡ്ബാക്ക് വന്നിട്ട് ഇത് രണ്ടും കൂടെയാണ് നമുക്ക് നെക്സ്റ്റ് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നത്. ഇതാണ് അതിൻ്റെ ഡെഫിനിഷൻ. സോ ബേസിക്കലി ഒരു കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ടിന്റെ കൂടെ ഒരു മെമ്മറി എലമെന്റ് കൂടിയതാണ് എന്ത്, നമ്മുടെ സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട് എന്ന് പറയുന്നത്. ദെൻ ഇതിൽ മെയിൻ ആയിട്ട് രണ്ട് കാറ്റഗറിയാണുള്ളത്, ഒന്ന് അസിൻക്രണസും രണ്ടാമത്തത് സിൻക്രണസും. അസിൻക്രണസ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കോമൺ ക്ലോക്ക് ഒന്നുമില്ല, എപ്പോഴാണോ നമ്മുടെ ഇൻപുട്ടിൽ വേരിയേഷൻസ് വരുന്നത്, ചേഞ്ചസ് വരുന്നത്, അപ്പോൾ എല്ലാം ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യും. അതേ സ്ഥാനത്ത് ഒരു സിൻക്രണസ് സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട് ആണെങ്കിൽ ഒരു കോമൺ ക്ലോക്കിൽ ബേസ് ചെയ്തിട്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. അവിടെ ഇൻപുട്ട് ചേഞ്ച് ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് ഔട്ട്പുട്ടിൽ വേരിയേഷൻസ് വരുന്നില്ല, ഇൻപുട്ട് ചേഞ്ച് ചെയ്യുന്നതിൻ്റെ കൂടെ നമുക്ക് എന്തും വേണം, ഒരു ക്ലോക്ക് പൾസ് നമുക്ക് അനുകൂലമായിട്ടുള്ള ക്ലോക്ക് പൾസും കൂടെ വരണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവുള്ളൂ, ഔട്ട്പുട്ടിൽ ചേഞ്ച് വരുന്നുള്ളൂ. ഓക്കെ, ഇനി രണ്ട് ടൈപ്പിൽ ഈ സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട് ഉണ്ട്, ഒന്ന് എഡ്ജ് ട്രിഗേർഡും മറ്റത് ലെവൽ ട്രിഗേർഡും. സോ നമ്മളിതെല്ലാം ഇത് ബൈനറിയിലാന്ന് പറഞ്ഞു അല്ലേ, അതായത് ഒരു ക്ലോക്ക് പൾസ്, കോമൺ ക്ലോക്ക് പൾസ് വരും ഇവിടെ സിൻക്രണസിൽ 0 1 0 1 എന്ന് പറഞ്ഞിട്ടൊരു ട്രെയിൻ ഓഫ് പൾസസ് വരും. ഇത് 0 ലെവൽ, ഇത് 1 0 1 അല്ലെ, 0 1 അങ്ങനെ പോകും. അപ്പം ലെവൽ ട്രിഗേർഡും എഡ്ജ് ട്രിഗേർഡും കഴിഞ്ഞ എക്സാമിന് ഒരു 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എങ്ങാണ്ടും ചോദിച്ചു, ലെവൽ ട്രിഗേർഡും എഡ്ജ് ട്രിഗേർഡും. സോ ലെവൽ ട്രിഗേർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗേറ്റ്സുകൾ, അത് ഗേറ്റിന്റെ കേസിൽ വരുന്നതാണ്, ഗേറ്റുകൾ ഒന്നെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ് മൊത്തം വർക്ക് ചെയ്യും, അതായത് ഈ ഒരു പീരീഡ് 1 എന്നുള്ള സ്റ്റേറ്റിലാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ
0 എന്നുള്ള സ്റ്റേറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഈ 2 സ്റ്റേറ്റിൽ ഏതെങ്കിലും ഒന്നിൽ അങ്ങനെ വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ ലെവൽ ട്രിഗേർഡ് എന്ന് പറയും. അതേ സ്ഥാനത്ത് ഒന്നെങ്കിൽ ഈ ഒരു എഡ്ജിൽ അല്ലെങ്കിൽ ഈ ഒരു നെഗറ്റീവ് എഡ്ജ്, ഇത് പോസിറ്റീവ് എഡ്ജാണ് 0 എന്ന് 1ലേക്ക് പോകുന്നത്, ഇത് 1 എന്ന് 0ലേക്ക് പോകുന്ന നെഗറ്റീവ് എഡ്ജാണ്. അതുപോലെ എല്ലാ എഡ്ജുകളും ഈ ഏതെങ്കിലും എഡ്ജിലാണ് നമ്മുടെ ഗേറ്റ്സ് വർക്ക് ചെയ്തതെന്ന് അതിനെ നമ്മൾ എഡ്ജ് ട്രിഗേർഡ് എന്ന് പറയും. ഓക്കെ, അതൊന്ന് ജസ്റ്റ് ഞാൻ പറഞ്ഞെന്നുള്ളൂ, ഒന്ന് ഓർത്ത് വെക്കുക. അപ്പം ഇത്രയാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള എൻ്റെ ടോപ്പിക്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ബാക്കി കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.